അങ്ങനെ ലോകേഷ് കനകരാജിൻ്റെ അടുത്ത പടം തലൈവർ വെച്ചിട്ടാണ് തലൈവർ 171 ടൈറ്റിൽ ടീസർ എത്തിയിരിക്കുകയാണ്. സോ 6 മണിക്കാണ് എത്തിയത്. ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കൂളി എന്നാണ്. സോ കൂൾ അങ്ങനത്തെ ഒരു അർത്ഥം വെച്ചിട്ടാണ് തലൈവറിനെ ഇതിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. നല്ല ദിവസമുണ്ട്, പേരിലും കേൾക്കാൻ നല്ല ദിവസമുണ്ട്. ഇപ്പം മുമ്പത്തെ പടമായാലും വിജയിനെ പറ്റിയിട്ട് ലിയോ എന്നതിന് ഇറങ്ങിയത്, ഇതിനകത്ത് ഇപ്പോൾ കൂളി എന്ന് പറഞ്ഞൊരു പേര് ഇറക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് സ്റ്റാൻഡ് ലോൺ മൂവി ആയിട്ടാണ് നടക്കുന്നത്. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ LCU കാര്യങ്ങളായിട്ട് ഒരു കണക്ഷൻ ഇല്ല. അങ്ങനത്തെ സ്റ്റാൻഡ് ലോൺ മോഡിലുള്ള തലൈവറിൽ വെച്ചിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ മാസ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ടീസർ ഉണ്ടായിരുന്നു. അപ്പോൾ സോ ടൈറ്റിൽ ടീസറിലേക്ക് നേരെ വന്നു കഴിഞ്ഞാലും ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ടൈറ്റിൽ ടീസർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് മുമ്പ് നമ്മൾ ലിയോൻ്റെ ആയാലും വിക്രത്തിൻ്റെ ആയാലും ടൈറ്റിൽ ടീസറെല്ലാം കൊടുത്താൽ അതേ ഒരു വെറൈറ്റി തന്നെയാണ്. ലോകേഷ് കനകരാജിൻ്റെ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ്. സോ അതേപോലത്തെ ഒരു വ്യത്യസ്ത മേക്കിംഗ് ആയിട്ടുള്ളൊരു ടൈറ്റിൽ ടീസറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൂപ്പര ടൈറ്റിൽ ടീസറും കാര്യങ്ങളും എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. ഇപ്പോൾ ലിയോ ആയാലും വൈക്രം ആയാലും അത്രക്കും വെറൈറ്റി തന്നെയാണ്. സോ ഇതിൻ്റെ അകത്ത് എന്ന് പറയുമ്പോൾ ഇപ്രാവശ്യം ഇവർ ഡ്രഗ്സ് അല്ല ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ഇതിൻ്റെ അകത്ത് ഒരു ഗോൾഡ് സ്മഗ്ലർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. തലൈവർ രജനീകാന്ത് ഒരു ക്യാരക്ടർ ഗോൾഡ് സ്മഗ്ലർ ഒരു നെഗറ്റീവ് ഷേയുള്ള ക്യാരക്ടർ തന്നെയാണെന്നാണ് ലോകേഷ് കനകരാജ് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ക്യാരക്ടർ ഒരു ഗോൾഡ് സ്മഗ്ലർ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ വാച്ചിൻ്റെ എല്ലാം കുറേ ഇപ്പം റീസെൻ്റ്ലി കുറേ ഫോട്ടോസും പിക്സ് എല്ലാം വന്നിട്ടുള്ളത്. സോ ഒരു വാച്ച്, ഒരു ഗോൾഡൻ കളർ വാച്ച്, പിന്നെ കുറേ ഗോൾഡ്സും കാര്യങ്ങളും പണം അങ്ങനത്തെ രീതിയിലേക്ക് ഒരു ഗോൾഡ് സ്മഗ്ലർ തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പ്രാവശ്യം ഡ്രഗ്സും കാര്യങ്ങളെല്ലാം വിട്ടുപിടിച്ചിട്ടാവുള്ളതെന്ന് തോന്നുന്നു. ബട്ട് ഇവരുടെ ടീം എന്ന് പറയുന്നത് കിടിലൻ ടീം തന്നെയാണ്. മുമ്പത്തെ ടീമിന് അൻപറിവാണ് ഫൈറ്റ് കൊറിയോഗ്രാഫി എല്ലാം ചെയ്തിട്ട്. പിന്നെ നമ്മളെ സ്വന്തം അനിരുദ്ധ്, മ്യൂസിക് അനിരുദ്ധ്. അത് സോ ടൈറ്റിൽ ടീസർ ശരിക്കും നമുക്ക് പിടിക്കേണ്ട ഒരു മ്യൂസിക് കാര്യങ്ങൾ കിടിലൻ തന്നെയാണ് ടൈറ്റിൽ ടീസറിൽ. പിന്നെ അനിരുദ്ധിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇപ്പോൾ ടൈറ്റിൽ ടീസറിലെ ആ ഒരു മ്യൂസിക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിയേറ്ററിൽ വരുമ്പോൾ ആ ഒരു പാട്ടും കാര്യങ്ങളും ഗംഭീരമായിരിക്കും. അതിപ്പോൾ ലിയോ അല്ല മറ്റേ ബാഡാസിൻ്റെ കാര്യം വരുമ്പോൾ എനിക്കങ്ങനെയായിരുന്നു തോന്നിയിട്ടുള്ളത്. സോ വീണ്ടും രജനീകാന്തിൻ്റെ ഒരു മാസ് ആക്ഷൻ പടം കാണാൻ വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അകത്ത് ലോകേഷ് കനകരാജിൻ്റെയാണ്. ലോകേഷ് കനകരാജ് മുൻപത്തെ പടം മൂപ്പരെ മേക്കിംഗ് സ്റ്റൈല്, അതും പിന്നെ അൻപറിവും പിന്നെ അനിരുദ്ധും പിന്നെ മൂപ്പര് എങ്ങനെയായിരുന്നു തലൈവർ എങ്ങനെ മൂപ്പറിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിൽ അത്രക്ക് ആകാംക്ഷയുണ്ട്. മുമ്പത്തെ തലൈവർ സിനിമയായ നെൽസന്റെ ജയിലറും പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്കും കൂടി വന്നപ്പോൾ ഒരു കാര്യം പറയേണ്ട ആവശ്യമില്ല. സോ അതിൻ്റെ ഒരു 2 മടങ്ങ് ഇരട്ടി പ്രതീക്ഷ ആ ഒരു പടത്തിൽ കൊടുക്കുന്നുണ്ട്. സോ ലോകേഷ് കനകരാജാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ എന്തായാലും ഉണ്ടാവും. ആ ടീസർ, ആ ടൈറ്റിൽ ടീസർ തന്നെ കാണുന്നുണ്ട്. ആ ഒരു വാച്ചും ആ സ്റ്റൈലിഷ് ആയിട്ടുള്ള എലമെന്റ് എല്ലാം കുറേ അധികം കമേഴ്ഷ്യലി കാണിച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് വാച്ചിന് നല്ല പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു. അറിയില്ല ഇനി ഇത് മൂപ്പരേനി ടൈറ്റിൽ ടീസറിന് വേണ്ടി മാത്രം മേക്ക് ചെയ്ത സാധനമാണെന്ന് അറിയില്ല. ഇപ്പോൾ റീസെന്റ് വിക്രത്തിലെല്ലാം അങ്ങനെയായിരുന്നു. ആ ഒരു സീന് മൊത്തം നമ്മൾ ആ സിനിമയിലേ കണ്ടിട്ടില്ല. ഇപ്പോൾ ലിയോൻ്റെ ആയാലും അങ്ങനെ തന്നെയായിരുന്നു. സോ അതേപോലെ തന്നെ മോഡ് സീൻ തന്നെ ആയിരിക്കും. ബട്ട് എന്തെങ്കിലും ഒരു സിമിലാരിറ്റീസും കാര്യങ്ങളും മൂവിയിലുണ്ടാവും. സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയ സാധനം എന്താ വെച്ചാൽ ഇതിനകത്ത് ആ ഒരു ടൈറ്റിൽ ടീസറിൽ കളറിങ് ആണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിഷ് കളറാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ തലൈവറിൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസും പിന്നെ ആ ഒരു വാച്ചും പിന്നെ ആ ഒരു ഗോൾഡും കാര്യങ്ങളെല്ലാം നല്ല ഗോൾഡൻ കളറിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ മുമ്പ് നമ്മളെ സിനിമയിലും കാര്യങ്ങളും കണ്ടാണെങ്കിലും ആ ഒരു ടൈറ്റിൽ ടീസറിൽ ഇതൊരു ഭയങ്കര വെറൈറ്റി ആയിരുന്നു. മൂപ്പര ടൈറ്റിൽ ടീസർ മേക്കിംഗ് സ്റ്റൈലും വേറെ ലെവൽ തന്നെയാണെന്ന് പറഞ്ഞു. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അത് തലൈവർ എന്തെങ്കിലും ഡയലോഗെല്ലാം പറയേണ്ടത് സുഖം ഭക്ഷണോ പോടാന്തല്ലോ എല്ലാം പറയുന്നുണ്ട്. സോ അതെല്ലാം എനിക്കെന്തോ ക്ലീശയായിട്ടാണ് തോന്നിയത്. വലിയ കാര്യം തോന്നില്ല, എനിക്കൊന്നും മനസ്സിലായില്ല, അതൊന്നും മാസമായി തോന്നില്ല. ബട്ട് മൂപ്പര് കാണിക്കുന്ന സാധനങ്ങളെല്ലാം പണ്ടേ മാസം തന്നെയാണല്ലോ. സോ അതെല്ലാം തിയേറ്ററിൻ്റെ കാണുള്ള ഒരു രസം വേറെ തന്നെയായിരിക്കും. സോ ടൈറ്റിൽ ടീസർ അതിലേക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. നല്ല പ്രതീക്ഷ കൊടുക്കാൻ പറ്റുന്ന സാധനം തന്നെയാണ്. ലോകേഷ് കനകരാജിൻ്റെ മേക്കിംഗ് എന്താണ് ഇപ്രാവശ്യം എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത് പറയാൻ കഴിയില്ല. നല്ല ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. സ്റ്റാൻഡ് ലോൺ മൂവിയാണെന്ന് തന്നെയാണ് മൂപ്പര് പറഞ്ഞത്. സോ നെഗറ്റീവ് ഷെയ്ഡിലുള്ള ഒരു രജനീകാന്തിനെ കാണാൻ പറ്റുന്ന തന്നെയാണ് മൂപ്പര് പറഞ്ഞു നിൽക്കുന്നുണ്ട്. അടിപൊളി പറഞ്ഞ ആയിട്ട് കട്ട വെയിറ്റിംഗ്. പിന്നെ റിലീസ് ഡേറ്റ് കൊടുത്തിട്ടില്ല. കമ്മിങ് സൂൺ, അതായത് ഷൂട്ട് തുടങ്ങുന്ന രീതിയിലേക്കാണ് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സോ കട്ട വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടിയിട്ട്. ഇതിന് ശേഷം കൈദിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. സോ അതൊന്ന് വേഗമായി തീർന്നാൽ എത്തിയാൽ മതി, അത്രേ പറയാനുള്ളൂ. സോ ഈ പടത്തിന് വേണ്ടിയിട്ട് നല്ല ഇങ്ങനെ വെയിറ്റിംഗ് തന്നെയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.